ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറേ കൂടി സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പലപ്പോഴായിട്ട് ചെറിയ റീസൺസിനൊക്കെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന ഒരു കാര്യമുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള ബ്രേക്കപ്പുകളൊക്കെ നമുക്കൊരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എനിവേസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഓക്കെ എന്നാൽ ബ്രേക്കപ്പ് ആയേക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് കണ്ടിന്യൂ ചെയ്യേണ്ട, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്തേക്ക് അതൊന്നും ഹെൽത്തി ആയി പരിഹരിക്കാൻ ശ്രമിക്കാതെ ഓക്കെ ദെൻ ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന രീതിയിലേക്കാണ് കൂടുതലായിട്ടും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അതായത് ഇതാരാണോ പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അല്ലെങ്കിൽ വളരെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ബ്രേക്കപ്പ് പറയുന്ന ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാൻ യാതൊരു മടിയുമില്ല, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ബ്രേക്കപ്പ് ആവാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ രീതിയിലായിരിക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള തോട്ട് പോകാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കുറെ കൂടി സ്ട്രോങ് ആയിട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ബ്രേക്കപ്പ് ഒന്നും സംഭവിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കപ്പ് ആവാം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇനി രണ്ടാമതായി, പല സാഹചര്യങ്ങളിലും നമ്മൾ ഓക്കെ അല്ലാതിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. സോ നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അതിനി ഏത് കാര്യത്തിലാണെങ്കിലും, ഒരു പക്ഷേ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തോട്ട് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിലെ മറ്റു പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. സോ നിങ്ങൾ ഓക്കെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ ആണോ എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചോദിക്കുന്ന സമയത്ത് ഓക്കെ ആണ് എന്ന രീതിയിൽ പറയാതിരിക്കുക. ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല എന്നുള്ളത് തന്നെ പറയുക. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഓക്കെ ആണ്, ഓക്കെ അല്ലെങ്കിൽ കൂടി ഓക്കെ ആണ് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് അത്ര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഒട്ടും ഓക്കെ അല്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കാം, ചിലപ്പോൾ സാധിക്കാതെ വരികയും ചെയ്യാം. ബിക്കോസ് നിങ്ങൾ ഓക്കെ ആണ് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഓക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയൊക്കെ നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല എന്നുള്ളത് തന്നെ പറയുക. ഇനി ഇങ്ങനെയുള്ള ഒരു മെന്റലി നിങ്ങൾ ഓക്കെ അല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റീസൺ ആണ് എന്നുണ്ടെങ്കിൽ അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഏതെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള ഓവർ തിങ്കിങ് ആയിരിക്കാം ഇതിന് കാരണം. ഇങ്ങനെ പല റീസൺസ് അതിന് പുറകിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നിങ്ങൾ ഓക്കെ അല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് അവരോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെയാവുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ഭാഗത്താണ് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കാനും അത് ക്ലിയർ ആക്കാനുമുള്ള ഒരു ചാൻസ് അവിടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് ഫ്യൂച്ചറിൽ ഉണ്ടാകാതെ അവർ ശ്രദ്ധിക്കുകയും ചെയ്യും, അതവർ മനസ്സിലാക്കുകയും അതവർ ക്ലിയർ ചെയ്യാനുമുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല നിങ്ങളെ കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നിങ്ങൾക്ക് എന്തിഷ്ടമാണ് അല്ലെങ്കിൽ എന്തിഷ്ടമല്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കംഫർട്ട് ആകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ കംഫർട്ട് അല്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണ് അവിടെ. സോ ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ഓക്കെ അല്ല എന്നുള്ളത് തന്നെ പറയുക, നേരെ മറിച്ച് ഓക്കെ ആണ് എന്ന രീതിയിൽ പറയാതിരിക്കുക. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എൻ്റേതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവനെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നുള്ളതൊക്കെ കൊണ്ട് പലപ്പോഴും ഒരു സോറി, താങ്ക് യു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യില്ല, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി സോറി എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ എടുക്കാം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, ഇനി ഒരു പക്ഷെ മിസ്റ്റേക്ക് ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് സോറി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വിചാരിക്കാം.
അവിടെ സോറി പറയാതെ ആ കാര്യത്തിനെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അതൊരു ഗുഡ് ഫീൽ അല്ല ഉണ്ടാക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അതൊരു ബാഡ് ഫീൽ ആണ് ഉണ്ടാക്കുക. സോ അപ്പോളജൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ സോറി പറയുന്നു അല്ലെങ്കിൽ സോറി പറയേണ്ടതുണ്ട് എന്നൊക്കെ ഉള്ളതൊരു ഭാരിച്ച കാര്യമായി എടുക്കാതെ അത് വളരെ സിമ്പിളായിട്ട് തീർച്ചയായിട്ടും അത് പറയേണ്ട സാഹചര്യമാണ് അല്ലെങ്കിൽ അത് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് കുറെ കൂടി ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ഒരു രീതിയിലുള്ള അപ്രീസിയേഷനും കൊടുക്കുന്നില്ല, അവരെ ഒരു രീതിയിലും അഭിനന്ദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതും ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും യോജിക്കാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ബിക്കോസ് അവർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദിക്കാനുള്ള പല കാര്യങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ഇത് മറന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിനത്ര പ്രാധാന്യമുണ്ടോ എന്നുള്ളത് അറിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ നല്ല വാക്കുകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്തത്. പക്ഷെ ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗുഡ് ഫീൽ ആണ് ഉണ്ടാവുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രീസിയേഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും ലഭിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ഗുഡ് ആവുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ഉണ്ടാകുന്നത്. മാത്രമല്ല ഒരു റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള അപ്രീസിയേഷൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കും ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ അഭിനന്ദിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ പ്രസന്റ് ലൈഫ് അല്ലെങ്കിൽ പ്രസന്റ് മൊമെന്റ് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും പല ആളുകളും ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഇത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുക അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ടോർച്ചർ ചെയ്യുക അല്ലെങ്കിൽ നിലവിലെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്ന രീതിയിൽ പാസ്റ്റിലെ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ആ റിലേഷൻഷിപ്പിനെ വളരെയധികം നെഗറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഒരു രീതിയിലും ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കാര്യം ലഭിക്കാതെയാകും പതുക്കെ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ. സ്വാഭാവികമായിട്ടും എന്താണ് ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്രസന്റ് ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെമ്മറി കൂടി ഇല്ലാത്തൊരവസ്ഥയായി മാറും. ഇങ്ങനെയാവുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല, പകരം ആ റിലേഷൻഷിപ്പ് എന്നേക്കുമായിട്ട് ഇല്ലാതായി പോവുകയാണ് ചെയ്യുക. സോ പാസ്റ്റിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും സംസാരിക്കുന്ന അല്ലെങ്കിൽ അതേ കാര്യങ്ങളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു പറയുന്നു, ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ഒരു പക്ഷേ റിലേഷൻഷിപ്പിൽ എത്ര സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകുന്നതിന് പകരം ഇല്ലാതായി പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസണാണ് ഈഗോ. സ്വാഭാവികമായിട്ടും എന്താണ് എന്നുള്ളത് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ പ്രണയത്തിന് മുകളിൽ അല്ലെങ്കിൽ സ്നേഹത്തിന് മുകളിലേക്കൊക്കെ ഈ ഒരു ഈഗോ കടന്നു വരികയാണെങ്കിൽ അത് പതിയെ ആ റിലേഷൻഷിപ്പ് ഡാമേജ് ആയി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ആക്കി മാറ്റണം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ കൂടെ എന്നും ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.